അങ്ങനത്തെ ഒരു വർഗീയ ചിന്താഗതി ഇസ്ലാമിനില്ല. മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് മൂപ്പര് എപ്പോഴും ആടിനെ അറക്കലുണ്ടായിരുന്നു. ആടിനറുത്ത് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഓരോരുത്തർക്ക് കൊടുക്കുക. അപ്പം മൂപ്പര് ആടിനെ അറുത്ത് കഴിഞ്ഞാൽ ആദ്യം മൂപ്പരെ ഖാദിമിനോട് ചോദിക്കൽ എന്താണെന്നറിയും, നമ്മൾ അടുത്തുള്ളതായ യഹൂദിക്ക് കൊടുത്തോ, അടുത്തുള്ള ആ യഹൂദിക്ക് കൊടുത്തോ, ഈ യഹൂദിക്ക് കൊടുത്തോ എന്നാ. നമ്മളെ അയൽവാസിയായ യഹൂദിക്ക് കൊടുത്തോ എന്നാ. അത് ഒരു വട്ടമല്ല മൂപ്പര് ചോദിക്കും, 3 വട്ടം ചോദിക്കും എന്ന് പറഞ്ഞു. അവന് കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. ഇതാണ് ഇസ്ലാമിലെ മതസൗഹാർദ്ദം. യഹൂദിയാവുന്നതായ ഒരു പയ്യൻ, അവന് രോഗിയായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ സന്ദർശിക്കാൻ പോയില്ലേ. അപ്പൊ ആ നിലക്ക് ഒരു കുടുസായ ഒരു വീക്ഷണമാണ് ഇസ്ലാമിനെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യഹൂദിനെ പിന്നെ സന്ദർശിക്കാൻ പോവോ, ആ യഹൂദിയാവുന്ന പയ്യനെ? അപ്പൊ ഒരു കുടുസാവുന്നതായ ഒരു വീക്ഷണമല്ല വിശുദ്ധമാവുന്ന ഇസ്ലാമിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളാവുന്ന ആളുകൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉള്ളതായ മറ്റ് മതക്കാര് എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് വിശുദ്ധമാവുന്ന ദീന്റെ ദഅവത്തിന് വന്ന ആളുകൾ അവിടെ സ്വീകരിക്കാനുള്ളതായ കാരണം. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നൽക്ക് ഈ ആക്ഷേപിക്കപ്പെടുന്നതായ ആക്ഷേപങ്ങളൊക്കെ, ആ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യത. അപ്പൊ അതിൻ്റെ മറുപടി വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും ഒക്കെ വ്യാഖ്യാനങ്ങൾ, അത് മഹാന്മാരാവുന്ന അയിമ്മത്ത് വ്യാഖ്യാനിച്ച് അവർ വ്യാഖ്യാനിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതായ മാർഗത്തിൽ കൂടി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഇന്നലേക്കുള്ള ആക്ഷേപങ്ങൾക്ക് മുഴുവനും മറുപടി പറയേണ്ടവർ നമ്മളാണെന്നുള്ള ബോധം ഈ സമൂഹത്തിനെ നയിക്കുന്നതായ ഉലമാ എനിക്കുണ്ടാവണം. അതിനുവേണ്ടിയാവണം അവർക്കുള്ളതായ അവരെ പ്രയത്നം. അതുപോലെ തന്നെ ഒരു മുസ്ലിം, ആ മുസ്ലിമിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയാവണം, ആ ഗുണങ്ങളൊക്കെ നമ്മളിലുണ്ടാവണം. അതില്ലാത്ത കാലത്തോളം നമ്മൾ ആക്ഷേപിക്കപ്പെടും. നമ്മളെ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഇത് മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങളാണ്. ഈ സ്വഭാവ ഗുണങ്ങളാണ് ഇസ്ലാമിലേക്ക് പലരും ആകർഷിച്ചിട്ടുള്ളത്. ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ആ നിലക്ക് ഇവിടെ ചെയ്യപ്പെടുന്ന പലതും മുസ്ലിമീങ്ങളിൽ ഉണ്ടാവുന്നതായ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഓരോന്നും നോക്കി നടക്കുകയാണ്. എന്നിട്ട് അതിൽ എന്താണ് അതിൽ തെറ്റ് പിടിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടാന്ന് പരിശോധിച്ചിട്ട് തെറ്റില്ലെങ്കിലും അതിൻ്റെ തെറ്റായി കൊണ്ടിട്ട് നമ്മൾ ആടിനെ പട്ടികയാക്കാന്ന് പറയുമല്ലോ എന്നതുപോലെ തെറ്റായി കൊണ്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യും. അങ്ങനെ ഓരോന്നും അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തുപ്പൽ വിവാദവും, അതുപോലെ തന്നെ വേറെന്താ ശർക്കര വിവാദമൊക്കെ. ശർക്കര ഏത് ശർക്കര ആയിട്ടും വേണ്ടില്ല, അഴിമതി ഹലാലിൻ്റെ ചെയ്തിട്ട് ഹറാമെന്ന് ചെയ്തിട്ട് ശർക്കര എഴുതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ. അത് മദ്ബൂഹുനല തരീഖത്തിൽ ഇസ്ലാമിയാന്ന് എഴുതും. ചില ഇവിടുന്ന് അറുത്ത് വിടുന്ന ചില സാധനത്തിൻ്റെ ഒക്കെ പാക്കറ്റിൻ്റെ പോലും ഇവിടുന്ന് എന്ത് മദ്ബൂഹുനല തരീഖത്തിൽ ഇസ്ലാമിക തരീഖ് പ്രകാരം അറക്കപ്പെട്ടതാണോ? ഇവിടുന്ന് അടിച്ചു കയറ്റുന്ന മാംസങ്ങൾ മുഴുവൻ ഈ കയറ്റവനാരാ? ഇസ്ലാമിൻ്റെ വദ്ദ ശത്രുവായി. അപ്പൊ ചക്കര വിവാദം, അങ്ങനെ പല വിവാദങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിനൊക്കെ മറുപടി പറയാൻ നടന്നിട്ട് കാര്യമില്ല. ആ മറുപടി ഒന്നും അത് മറുപടി അറിയിക്കാത്തതാണ്. അതൊക്കെ അതറിയിക്കണ അവജ്ഞയോടുകൂടി തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ ഓരോ വിഷയങ്ങളും യുദ്ധത്തിനെ പറ്റി പറയേണ്ടത് ഇവിടെ സംസാരിക്കണമെന്ന് ഞാൻ അതിലേക്ക് നീങ്ങല്ല. ഇസ്ലാമിന് യുദ്ധം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല. ഇസ്ലാമിന് യുദ്ധം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം ഇവിടെ ഉണ്ട്. ഇന്ത്യ പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടാവണമെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത്? അതെന്താ? അത് നമ്മുടെ രാഷ്ട്രമാണ്, നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കൽ നമ്മൾക്ക് നിർബന്ധമാണ്. ഇവിടെ ഇന്ത്യയും ചൈനയും തമ്മിൽ പണ്ട് യുദ്ധം ഉണ്ടായിട്ടില്ല. ഇവിടെ പല രാഷ്ട്രങ്ങളും നമ്മൾ യുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇസ്ലാമിന് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം ഒരു രാഷ്ട്ര ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു പന്തലിച്ചു, അത് വലിയൊരു രാഷ്ട്രമായി കൊണ്ട് മാറി. മദീനത്ത് അതിൻ്റെ ഭരണ സംവിധാനമൊക്കെ വളരെയധികം പുരോഗമിച്ചു. ആ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങൾ ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? അത് അധിക യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു പ്രതിരോധം എന്നുള്ള നിലക്കാണ്. മറ്റത് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ യുദ്ധങ്ങൾ അങ്ങനെ പല ഇതിനു വേണ്ടി, അല്ലാതെ ഒരു വിഭാഗത്തിനെ കൊന്നൊടുക്കുക എന്നുള്ള നിലക്ക് ഇസ്ലാം ഒരു യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും യുദ്ധം ഉണ്ടെന്ന് ആർക്കെയും തെളിയിക്കാൻ കഴിയും? ഇസ്ലാമിൽ നടന്നതായ യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾ മുഴുവൻ പരിശോധിക്കണോ? ആ യുദ്ധങ്ങളൊന്നും ഒരു വിഭാഗത്തിന് കൊന്നൊടുക്കുക എന്നുള്ള നിലക്കല്ല.
ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിന് എതിർത്തിൽ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധം ഉണ്ടായിരുന്നു. ആ മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അതിന്റെ സ്വതന്ത്രമാവുന്നതായ അതിന്റെ ദഅവത്തിന് വേണ്ടിയിട്ടൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വിഭാഗത്തിനെ ചുട്ടരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ കൊന്നൊടുക്കാൻ വേണ്ടിയോ ഒന്നും ഇസ്ലാമിലൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. യുദ്ധം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ മരിച്ചു പോകും, അതൊക്കെ സ്വാഭാവികമാണ്. അതിപ്പോൾ ഏത് യുദ്ധത്തിൽ മരിക്കൂലേ? ഇത് ഇസ്ലാമിക യുദ്ധത്തിൽ മാത്രമേ മരിക്കണുള്ളൂ. അപ്പൊ എന്നതുപോലെ എപ്പോഴും ഒരു യുദ്ധം നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിൽ അതിന് പ്രത്യേകമാവുന്നതായ നിബന്ധനകളുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ പോയിട്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഇവിടെ ഇസ്ലാമികമാവുന്നതായ പല കട്ടോന്റെ കൈ വയ്ക്കണം, ഇവിടെ നടപ്പിൽ വരുത്താൻ പറ്റുമോ? അങ്ങനെ പല നിയമങ്ങളുണ്ട്. ഇതൊക്കെ നടപ്പിൽ വരുത്തേണ്ടത് എവിടെ? ഇതൊക്കെ അതിന് പറ്റുന്നതായ നിലക്കുള്ള അതിനെ പ്രത്യേകമാവുന്ന നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള സ്ഥലത്താണത്. ഇവിടെ ആർക്കും ആരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ളതായ ശിക്ഷകളൊക്കെ നമുക്ക് സ്വന്തം നടപ്പാക്കാൻ പറ്റുന്നതാ? ഒരിക്കലും പറ്റുന്നതല്ല. അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നതുമല്ലത്. അങ്ങനെയൊക്കെ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യണം എന്നുള്ളത് അത് ഇതുപോലുള്ള ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ രാജ്യങ്ങളിലൊന്നും പറ്റുന്നത്. ഇതൊക്കെ എല്ലാ മതങ്ങൾക്കും ആ മതങ്ങൾക്കുള്ളതായ സൗഹാർദ്ദം, ആ മതങ്ങൾക്കുള്ളതായ അവരുടെ നിയമങ്ങളും അവർക്കുള്ളതായ വിശ്വാസമൊക്കെ അനുസരിച്ച് ജീവിക്കാനും എല്ലാ മതങ്ങളും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലൊക്കെ പെരുമാറേണ്ട ഒരു സാഹചര്യവും ഒരു അന്നൽക്കുള്ളൊരു നിയമവും ഒരു ഭരണഘടനയൊക്കെയാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ അതിന് ഒരിക്കലും വിഘ്നത സംഭവിക്കുന്ന അതിനെ താറാറാക്കുന്നതായ ഒന്നും നമ്മളിൽ നിന്നൊന്നും ഉണ്ടാവാൻ പാടില്ല. മുസ്ലിങ്ങൾ ഇത് നമ്മളെ ഭീരുത്തല്ല, ഇത് നമ്മളെ മതത്തിന്റെ കൽപ്പനയ്ക്ക് നമ്മൾ വഴിപ്പെടലാണ്. അല്ലാതെ ഇത് നമ്മളൊരു ദൗർബല്യെന്നോ നമ്മളെ ഭീരുത്വമൊന്നും അല്ല ഇതിന് പറയുന്നത്. മുസ്ലിങ്ങൾ എന്താണ് നമ്മൾ നിൽക്കേണ്ടത്? എങ്ങനെ? ഇതുപോലുള്ള രാജ്യങ്ങൾ എല്ലാ പരസ്പരം ബഹുമാനവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊള്ളിട്ട് കഴിവിന്റെ പരമാവധി മറ്റുള്ളതായ മതസ്ഥർക്കും എന്തെല്ലാം ഗുണങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതാണ് വിശുദ്ധ ഖുർആന്റെ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന യുഖാതിലൂകും അൻ തബറൂഹുന്ന. ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരാത്ത ആളുകൾ, നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കാത്തവർ, അവർക്കൊക്കെ ഗുണത്തോടുകൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് പെരുമാറേണ്ടതെന്നല്ലേ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. പിന്നെ എങ്ങനെ വഖ്തുൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ എല്ലാ മുശ്രിക്കീങ്ങളും കൊന്നൊടുക്കാന്ന് ഈ വാക്കിലേക്ക് അർത്ഥം വെക്കുക? അപ്പൊ അങ്ങനെ വിശുദ്ധ ഖുർആന്റെ ഈ പ്രഖ്യാപനങ്ങൾ ഏറ്റവും മഹത്താവുന്ന മതസൗഹാർദ്ദത്തിന് ഇവിടെ ഉണ്ടാക്കുകയും മതസൗഹാർദ്ദം നടപ്പിൽ വരുത്തുകയും ചെയ്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അതനുസരിച്ചുള്ളതായ റൂട്ടിൽ കൂടി മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പാടുള്ളൂ.